ഈ 12-ാം തീയതി മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയന്റെ കുടുംബത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ ദിവസം തന്നെയാണ്. ഈ ഘട്ടത്തിൽ ഇന്ന് ഇ ഡിയുടെ മുന്നിൽ ഹാജരാകാൻ വേണ്ടിയിരുന്ന വീണ വിജയൻ, ടി വീണ എന്ന മുൻ മുഖ്യമന്ത്രിയുടെയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന്റെ മകളായ ടി വീണയ്ക്ക് അസുഖബാധിതയാണ്. നമ്മൾ ആരും അറിഞ്ഞിരുന്നില്ല. പുറം ലോകം ഒരു കാരണവശാലും അറിയാനിടയില്ലാത്തൊരു വാർത്തയായിരുന്നു. അവർക്ക് രോഗപരമായി ആരോഗ്യപരമായി വളരെ ശോഷിച്ച അവസ്ഥയിലാണ്. ഒരു അടി എടുത്ത് മുന്നോട്ട് വെക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ആണ്, അത്രയും ദയനീയ അവസ്ഥയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് എന്ന് നമ്മളൊക്കെ തന്നെ ഇന്നലെയാണ് അറിഞ്ഞത്. കഴിഞ്ഞ ആഴ്ചയിൽ ഇ ഡി നേരിട്ട് കണ്ടപ്പോൾ പോലും ഒരു അവശതയും ഇല്ലാതിരുന്ന ഈ വീണയ്ക്ക് പെട്ടെന്ന് എന്തോ സംഭവിച്ചു എന്നറിയില്ല. ഏതായാലും ഈ സമൻസ് അയച്ചതുമായി ബന്ധപ്പെട്ട് ഹാജരാകാൻ കഴിയില്ല എന്നുള്ള മറ്റൊരു അവധി തരണം എന്നുള്ള വീണ വിജയന്റെ, ടി വീണയുടെ ആവശ്യം ഇ ഡി അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ അംഗീകരിച്ച അതേ നിമിഷം തന്നെ ഇ ഡി മറ്റൊരു സമൻസ് അയക്കുകയാണ്. ഇന്ന് തന്നെ ആ സമൻസ് അയക്കും. അതിൽ എന്നാണ് ഇനി ഹാജരാകേണ്ടത് എന്നൊരു ഡേറ്റ് ഉണ്ടാകും. ഇനി അധികം വെച്ച് താമസിപ്പിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഇ ഡിയുടെയും തീരുമാനം. അതുകൊണ്ട് എത്രയും വേഗം വളരെ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണമെന്നാണ്. ഇനി വീണ വിജയൻ നേരിട്ട് ഹാജരായില്ലെങ്കിൽ അഭിഭാഷകൻ മുഖേന എല്ലാ രേഖകളും കൊടുത്തുവിടാം എന്നൊരു ഓപ്ഷൻ വീണ അങ്ങോട്ട് വെച്ചിരുന്നു. എന്നാൽ തൽക്കാലം ആ ഐഡിയ എടുക്കുന്നില്ല എന്ന മട്ടിൽ ഇ ഡി ആ ഐഡിയ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. നേരിട്ട് വിളിച്ചാൽ നേരിട്ട് തന്നെ വരിക, എന്നാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഇ ഡി പറയുന്നു. അപ്പോൾ എപ്പോഴാണോ വീണ വിജയന്റെ ആരോഗ്യസ്ഥിതി ശരിയാകുന്നത് അപ്പോൾ എന്ന മട്ടാണ് ഇപ്പോൾ ഇ ഡി എടുക്കുന്നത്. പക്ഷെ അപ്പോൾ നിലവിലേതായാലും ഗണപതി കല്യാണം പോലെ നാളെയാണെന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോകാനാണ് വീണ പരമാവധി ശ്രമിക്കുന്നത്. പക്ഷേ മുൻ മുഖ്യമന്ത്രിയുടെ, അതായത് ഇപ്പോഴത്തെ വിജയന്റെ അല്ല പഴയ വിജയന്റെ ഒരു ഡയലോഗ് ഓർമ്മയുണ്ട്, മടിയിൽ കനമില്ലെങ്കിൽ വഴിയിൽ പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ ഈ പേടിപ്പനി എങ്ങനെയാണ് വന്നത് എന്ന ചോദ്യം ഉണ്ടാകുന്നത്. എന്തായാലും ഇപ്പോൾ പച്ച ചോറ് കഴിക്കുന്ന അല്ലെങ്കിൽ അരിയാഹാരം കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും മനസ്സിലായിട്ടുണ്ട് ആരുടെ മടിയിലാണ് കനമുള്ളതെന്നും ആരാണ് ഇ ഡിയെ പേടിക്കുന്നതും എന്തിനാണ് ഇ ഡിയെ പേടിക്കുന്നത് എന്നും ഒക്കെ തന്നെ വ്യക്തമായിട്ടുണ്ട്. എന്തായാലും CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ എറണാകുളം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അധികൃതർക്ക് മുൻപാകെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണ ഇന്ന് ഹാജരാകില്ല എങ്കിൽ പുതിയ സമൻസ് ഇന്ന് തന്നെ നൽകിയേക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഹാജരാകാൻ കഴിയില്ലെന്ന് ഉദ്യോഗസ്ഥരെ ഇമെയിലിലൂടെ വീണ അറിയിച്ചിട്ടുണ്ട്. ഇ ഡി കൊച്ചി യൂണിറ്റിൽ നേരിട്ട് ഹാജരാകാനുള്ള സമൻസിന് മറുപടിയായാണ് വീണയുടെ അവധി അപേക്ഷ. അധികൃതർ ആവശ്യപ്പെട്ട രേഖകൾ കൈമാറണമെന്നും അഭിഭാഷകൻ ഹാജരായ രേഖകൾ കൈമാറുമെന്നുമാണ് അറിയിച്ചത്. എന്നാൽ വീണ നേരിട്ട് ഹാജരാകണമെന്ന നിലപാടിലാണ് ഇ ഡി. വീണയെ ചോദ്യം ചെയ്തതിനു ശേഷം CMRL അധികൃതരിലേക്ക് കടക്കാനാണ് ഇ ഡിയുടെ നീക്കം. കരിമണൽ കമ്പനിയിൽ നിന്ന് എന്തിന് പണം ലഭിച്ചെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ സഹിതം ഹാജരാക്കാനാണ് നിർദ്ദേശം. ഇല്ലാത്ത ചെലവുകൾ കാണിച്ച് 132 കോടിയിലധികം രൂപയുടെ ക്രമക്കേട് CMRLുമായി ബന്ധപ്പെട്ട് നടന്നെന്നാണ് SFIO കണ്ടെത്തൽ. കമ്പനിയിൽ നിന്ന് വീണയ്ക്ക് 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ 2.78 കോടി രൂപയുടെ എംപവർ ഇന്ത്യ ക്യാപിറ്റലിൽ നിന്ന് 50 ലക്ഷം വായ്പയും ലഭിച്ചു. നേരത്തെ 12 ഇടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 242 അക്കൗണ്ടുകളിലായി 18 കോടിയിലേറെ രൂപ മരവിപ്പിച്ചിരുന്നു. എക്സാലോജിക്കും കരിമണൽ കമ്പനിയും തമ്മിലുള്ള എല്ലാ ഇടപാടുകളുടെയും രേഖകൾ ഇ ഡിക്ക് കൈമാറാൻ നേരത്തെ കോടതി നിർദ്ദേശിച്ചിരുന്നു. ആരോഗ്യ കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് ഹാജരാവാനില്ല എന്നും മറ്റൊരു ദിവസം അനുവദിക്കണമെന്നും വീണ ഇ ഡിയെ ഇമെയിൽ വഴി അറിയിച്ചത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി സോണൽ ഓഫീസിലാണ് ഇന്ന് രാവിലെ 10-നായിരുന്നു ഹാജരാകേണ്ടിയിരുന്നത്. എന്നാൽ അതൊന്നും തന്നെ നടക്കില്ല. അവധി അപേക്ഷയിൽ ഇ ഡിയുടെ തീരുമാനം ഇന്ന് വീണയെ അറിയിക്കും. എന്തായാലും അവധി അപേക്ഷയിൽ ഇന്ന് ഇ ഡി വീണയെ കാര്യങ്ങൾ ധരിപ്പിക്കുമ്പോൾ എന്തായിരിക്കും ഇ ഡി ഇനി എന്നാണ് ഇനി വീണ വരേണ്ടത് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമുണ്ടാകും. അതുമല്ലെങ്കിൽ തൽക്കാലം ഓഫീസിലേക്ക് വരണ്ട, നിങ്ങൾ എവിടെയാണ് ഉള്ളത് അവിടേക്ക് ഞങ്ങൾ വന്നോളാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുമോ എന്നുള്ളതും അറിയില്ല. എന്തായാലും ആരോഗ്യ പ്രശ്നങ്ങൾ കാണിച്ചുള്ള അവധി അപേക്ഷകൾ ഇ ഡി പരിഗണിക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ അടുത്തയാഴ്ച ഹാജരാകാൻ മതിയായിരിക്കും എന്നായിരിക്കും നിർദ്ദേശം. ഒരു ദിവസം അവധി അനുവദിച്ചാലും മറ്റൊരു ദിവസം നേരിട്ട് ഹാജരാവണമെന്നാണ് വ്യവസ്ഥ. ചോദ്യം ചെയ്യലിന് ഹാജരായാൽ അന്നു തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് വ്യക്തമാണ്. അറസ്റ്റ് ഉണ്ടായാൽ വീണയ്ക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയും സാഹചര്യവുമില്ല. പിണറായി വിജയന്റെ മകൾ എന്ന പരിഗണന വീണയ്ക്ക് ഇ ഡിയിൽ നിന്ന് ലഭിക്കുകയില്ല. അങ്ങനെയെങ്കിൽ അഴിയെണ്ണുകയേ മാർഗമുള്ളൂ.
CMRLുമായി ബന്ധപ്പെട്ട് 132 കോടിയിലധികം രൂപയുടെ ക്രമക്കേട് നടന്നുവെന്ന കണ്ടെത്തലിലെ കള്ളപ്പണ ഇടപാടുകളാണ് ED പ്രധാനമായും പരിശോധിക്കുന്നത്. 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ എക്സാലോജിക് കമ്പനിക്ക് ലഭിച്ച 2.78 കോടി രൂപയും എംപവർ ഇന്ത്യയിൽ നിന്ന് ലഭിച്ച 50 ലക്ഷം രൂപയുടെ വായ്പയുമാണ് അന്വേഷണ പരിധിയിലുള്ളത്. നേരത്തെ നടത്തിയ റെയ്ഡുകളിൽ പിടിച്ചെടുത്ത ഡിജിറ്റൽ രേഖകളും സാമ്പത്തിക വിവരങ്ങളും അടിസ്ഥാനമാക്കിയാൽ ആണ് ചോദ്യം ചെയ്യൽ. തെളിവുകൾ നിരത്തി ED ചോദ്യം ചെയ്യുമ്പോൾ വീണയ്ക്ക് നൽകാൻ വ്യക്തമായ മറുപടി ഒന്നും തന്നെ കയ്യിലില്ല. കരിമണൽ കർത്തയുടെ മാസപ്പടി എങ്ങനെ വിനിയോഗിച്ചു എന്ന അടക്കം ഒട്ടേറെ രേഖകൾ EDയുടെ കൈവശമുണ്ട്. പാവങ്ങളുടെ പാർട്ടി തലവൻ എന്ന മേനി പറയുന്ന പിണറായി വിജയന്റെ ഭാര്യയും മകളും അടിപൊളി ആഡംബര ജീവിതത്തിനു വേണ്ടിയും ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ വാങ്ങിയതും ഇത്തരത്തിൽ പലരും നിന്നും നൽകിയ പണം കൊണ്ടായിരുന്നുവെന്ന യാഥാർത്ഥ്യം കേരളം തിരിച്ചറിയുകയാണ്. വീണ അറസ്റ്റിലായാൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് രാജിവെച്ചൊഴിയുകയേ നിവർത്തിയുള്ളൂ. കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും നാണം കെട്ട സംഭവ വികാസങ്ങളിലേക്കാണ് നിലവിൽ കാര്യങ്ങൾ ചെന്ന് നിൽക്കുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയുമായി ബന്ധപ്പെട്ട CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പരമാവധി തെളിവുകൾ ശേഖരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ED ഇപ്പോൾ ചെയ്യുന്നത്. ഇനി വീണ കൊല്ലപ്പെടുമോ? വീണയുടെ ജീവൻ ഏതെങ്കിലും തരത്തിലുള്ള ആപത്തുണ്ടാകുമോ? കാരണം വീണ ED ഒന്ന് പേടിപ്പിച്ചാൽ വീണ തത്ത പറയുന്ന പോലെ സത്യങ്ങളൊക്കെ പറയും. അങ്ങനെയെങ്കിൽ മറ്റേതെങ്കിലും വമ്പന്മാർ കുടുങ്ങുമോ എന്ന ഒരു ഭയമുണ്ട്. അങ്ങനെയെങ്കിൽ വീണയെ വകവരുത്താൻ ആരെങ്കിലും ഇറങ്ങുമോ? വീണയുടെ ജീവൻ ആപത്താണോ എന്നടക്കമുള്ള ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റുകളൊക്കെ ഈ സംഭവ വികാസത്തിൽ നടക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അങ്ങനെയൊന്നും ജീവഹാനിയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. കാരണം ഇത് തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയക്കേണ്ട ആവശ്യമില്ല. അത്തരം ചിന്തകളിലേക്ക് പോകേണ്ട പോലും ആവശ്യമില്ല. തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഭയക്കേണ്ടത്. ഇങ്ങനെ പെട്ടെന്ന് അസുഖം വരേണ്ട ആവശ്യവും ഒക്കെ ഉള്ളത്. എന്തായാലും ED ഏതായാലും ഇതിന്റെ അറ്റം കണ്ടിട്ട് മടങ്ങുകയുള്ളൂ എന്ന ഒരു മട്ടിലാണ്.